ഉദ്ഘാടനം നിർവഹിക്കുന്നതിനും പ്രഥമ നഗരരത്ന പുരസ്കാരം സമർപ്പിക്കുന്നതിനുമായി കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി, നാം ഏവരും കാത്തു നിൽക്കുന്ന സമാരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. മധുരം ജീവിതം സീനേജർ ഫെസ്റ്റ് 2025 ഈ സമാപന സമ്മേളനത്തിലേക്ക് കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ എത്തിച്ചേരുകയാണ്. കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ഏതൊരു പ്രതിസന്ധിയെയും നേരിടാൻ നമുക്കേവർക്കും കരുത്തും ആത്മവിശ്വാസവും നൽകുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾക്ക് ഈ സമാപന സമ്മേളനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ക്ഷണിക്കപ്പെട്ട എല്ലാ ബഹുമാന്യരെയും വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും തിരുവനന്തപുരം നഗരസഭയുടെ വിനീതമായ നമസ്കാരം. തിരുവനന്തപുരം നഗരസഭ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നതിൻ്റെ തുടർച്ചയായി നമ്മുടെ നഗരത്തിലെ മുതിർന്ന പൗരന്മാരുടെ മാനസിക ഉല്ലാസത്തിനും അവരുടെ അറിവും അനുഭവ സമ്പത്തും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനുമായി ഇക്കഴിഞ്ഞ ജനുവരി 10-ാം തീയതി മുതൽ സംഘടിപ്പിച്ചു വരുന്ന മധുരം ജീവിതം സീനേജർ ഫെസ്റ്റ് 2025 മത്സരാവേശത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കലാ ആസ്വാദനത്തിൻ്റെയും പുത്തൻ അനുഭവങ്ങൾ സമ്മാനിച്ച മധുരം ജീവിതം വയോജനോത്സവത്തിൻ്റെ സമാപന സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായി നാടിൻ്റെ അനുസ്യൂത പ്രയാണങ്ങൾക്ക് ഗതിവേഗം പകരുന്ന ആരാധ്യയായ മേയർ, സുസ്ഥിര വികസന രംഗത്തുള്ള അന്താരാഷ്ട്ര പുരസ്കാരം ഇന്ത്യയിൽ ആദ്യമായി ഒരു നഗരസഭയ്ക്ക്, അതും നമ്മുടെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് നേടിത്തരുന്നതിന് നേതൃത്വം വഹിച്ച മേയർ, പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് തിരുവനന്തപുരം നഗരവികസനം യാഥാർത്ഥ്യമാക്കിയും തുടർച്ചയായി സ്വരാജ് ട്രോഫി അടക്കം നിരവധി സംസ്ഥാന കേന്ദ്ര പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി സമാനതകളില്ലാത്ത വികസന നേട്ടങ്ങളുമായി നമ്മുടെ നഗരസഭയെ മുന്നോട്ട് നയിക്കുന്ന പ്രിയപ്പെട്ട മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ അവർകളെ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനിയായ അധ്യക്ഷ, ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ടീച്ചർ, ഇന്നത്തെ ഈ വയോജനോത്സവം മധുരം ജീവിതം ദ സീനേജർ ഫെസ്റ്റ് എന്ന പരിപാടി അതിൻ്റെ സമാപന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും നഗരരത്ന പുരസ്കാര വിതരണം നടത്തുകയും ചെയ്യുന്ന ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, വേദിയിലുള്ള ബഹുമാന്യനായ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ, ബഹുമാന്യനായ MP ശ്രീ AA റഹീം, നഗരസഭയുടെ ബഹുമാന്യനായ ഡെപ്യൂട്ടി മേയർ ശ്രീ PK രാജു അടക്കം ബഹുമാന്യനായ MLA ശ്രീ VK പ്രസാദ് അടക്കം ഈ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ അഭിമാനപൂർവമാണ് തിരുവനന്തപുരം നഗരസഭ വയോജനങ്ങളുടെ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഈ വർഷത്തെ വയോജനങ്ങളുടെ മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തുകയും ഏറ്റവും മികച്ച വയോജന സൗഹൃദ നഗരം എന്ന സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരമടക്കം ഏറ്റുവാങ്ങി വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഇടപെടൽ നടത്തുന്നതിനു വേണ്ടിയാണ് നഗരസഭ തീരുമാനിച്ചത്. വയോജനോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ആലോചനാ യോഗങ്ങൾ ആരംഭിക്കുമ്പോൾ ഇതേതെങ്കിലും തരത്തിലൊരു ആഘോഷ പരിപാടിയായി മാത്രം ഒതുങ്ങിപ്പോകരുത്. അതിനു പുറമെ നമ്മുടെ നഗരത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോജനങ്ങളെ അടക്കം നമുക്ക് കണ്ടെത്താൻ കഴിയണം. ചില കാരണങ്ങളാൽ ഒറ്റപ്പെട്ടു പോയി ഇവിടെ താമസിക്കുന്ന മക്കളൊക്കെ വിദേശത്തായിരിക്കാം. പല കാരണങ്ങളാൽ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മുതിർന്ന പൗരന്മാരെ കണ്ടെത്തുക എന്ന ശ്രമം കൂടിയാണ് നഗരസഭയുടെ ഭാഗമായി നടത്താൻ തീരുമാനിച്ചത്. കേരളത്തിലെ ഗവൺമെൻറ് നമുക്കറിയുന്നത് പോലെ ഒരു വയോജന നയം രൂപീകരിച്ച് ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്ന്
ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നമുക്കെല്ലാവർക്കും അതിന് നേതൃത്വം നൽകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ മാതൃക ഉൾക്കൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമെന്ന നിലയിൽ തിരുവനന്തപുരം നഗരസഭ ഒരു വയോജന കൗൺസിൽ രൂപീകരിക്കുകയും ആ കൗൺസിലിൻ്റെ ഭാഗമായി തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം എന്നാണ് തീരുമാനിച്ചത്. വയോജന നയം രൂപീകരിക്കുന്നതിനു വേണ്ടിയുള്ള വിദഗ്ധ സമിതിയടക്കം രൂപീകരിച്ച് ഈ പ്രവർത്തനങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിന് നഗരസഭയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സ്പെഷ്യൽ കൗൺസിൽ യോഗം അടക്കം സംഘടിപ്പിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ സാധിച്ചു എന്ന അഭിമാനം കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വിവിധ മേഖലകളിൽ ആദ്യം ഈ പുരസ്കാരം, ഈ നഗരരത്ന പുരസ്കാരം തീരുമാനിക്കുമ്പോൾ, നഗരസഭയുടെ കൗൺസിൽ തീരുമാനിക്കുമ്പോൾ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ പ്രഥമ നഗരരത്ന പുരസ്കാരം എന്നുള്ള നിലയിൽ 8 മേഖലകളിലായി പുരസ്കാരങ്ങൾ വിതരണം ചെയ്യണം എന്നാണ് ഇതിനോടനുബന്ധിച്ച് തീരുമാനിച്ചത്. അതിൽ ഒരു ജൂറിയെ 3 ജൂറിയെ തിരഞ്ഞെടുത്തു, ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. അതിൻ്റെ ഭാഗമായി പ്രൊഫസർ കാർത്തികേയൻ സാറും ഒലീന ടീച്ചറും ശ്രീ വിജയകുമാരൻ അടക്കമുള്ള 3 പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഈ പ്രവർത്തനങ്ങളെല്ലാം പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നഗരരത്ന പുരസ്കാരം 8 മേഖലകളിലായി നൽകണം എന്ന് നഗരസഭ ആദ്യം തീരുമാനിക്കുമ്പോൾ 50-ലധികം എൻട്രികളാണ് ജൂറിക്ക് മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ജൂറിയുടെ തുടർന്നുള്ള നിർദ്ദേശം ഇനി കൂടുതൽ മേഖലകളിലേക്ക് ഈ പുരസ്കാരം അടുത്ത വർഷം നൽകണം എന്നുള്ള അടക്കമുള്ള നിർദ്ദേശങ്ങൾ ജൂറിയുടെ ഭാഗത്തു നിന്ന് നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടം എന്നുള്ള നിലയിൽ നമുക്കറിയാം, പൊതുപ്രവർത്തന രംഗത്ത് നമുക്ക് സമാനതകളില്ലാത്ത നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിപ്ലവകരമായ മുന്നേറ്റത്തിനെല്ലാം നമുക്ക് നേതൃത്വം നൽകിയ മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്ന ശ്രീ VS അച്യുതാനന്ദനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ് ജൂറി അതിനുള്ള ഇതാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് വരാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേരാം എന്നറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് നമുക്കറിയാം, സിനിമാ മേഖലയിലാണ്. സിനിമാ മേഖലയിൽ മധുസാറിൻ്റെ പേരാണ് ജൂറിയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളത്. അദ്ദേഹവും ഈ പരിപാടിയിൽ എത്തിച്ചേരില്ല. പക്ഷേ ഇതിനുശേഷം നഗരസഭയുടെ പ്രതിനിധികൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഈ പുരസ്കാരം സമർപ്പിക്കാമെന്ന് അദ്ദേഹത്തോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഈ പുരസ്കാരത്തിലുള്ള സന്തോഷം നമ്മളോട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സാഹിത്യ മേഖലയിൽ നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ തന്നെ പെരുമ്പടവ് ശ്രീധരൻ സാറാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ സന്ദർഭത്തിൽ ഏറ്റവും അഭിമാനപൂർവ്വം നഗരസഭയ്ക്ക് വേണ്ടി സന്തോഷപൂർവ്വം ഞാൻ ഈ പുരസ്കാരത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ പേരും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന് നമുക്കറിയാം, പ്രൊഫസർ RGV മേനോനാണ്. അദ്ദേഹം പരിസ്ഥിതി മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ പരിസ്ഥിതി മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ അദ്ദേഹമാണ്. അദ്ദേഹത്തിന് പരിസ്ഥിതി മേഖലയിലുള്ള പുരസ്കാരം നൽകണം എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റൊരു മേഖല എന്ന് പറയുന്നത് പത്രപ്രവർത്തന മേഖലയാണ്. നമ്മുടെ നഗരത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള വികസന പ്രവർത്തനങ്ങളിൽ, തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ നഗരത്തിൻ്റെ ചരിത്രമടക്കം രചിക്കുന്നതിൽ വലിയ പരിശ്രമം നടത്തുകയും നഗരസഭയോടൊപ്പമൊക്കെ പ്രവർത്തിക്കുകയും ചെയ്ത ശ്രീ മലയങ്കീഴ് ഗോപാലകൃഷ്ണൻ സാറാണ്. അദ്ദേഹവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നത് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. സംഗീത മേഖലയിൽ ശ്രീ കുമാര കേരളവർമ്മ സാറാണ്. അദ്ദേഹവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ ഒരു വിശേഷവും എല്ലാവരെയും പറ്റി പറയണമെന്ന് കരുതുന്നില്ല. എല്ലാവരും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്തുത മേഖലകളിൽ നിരവധിയായിട്ടുള്ള സംഭാവനകൾ ചെയ്ത വ്യക്തിത്വങ്ങളാണ് എന്നത് ഏറ്റവും പ്രധാനമാണ്. കായിക മേഖലയിൽ ശ്രീമതി പത്മിനി തോമസ് ആണ്. ശ്രീമതി പത്മിനി തോമസും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ള സന്തോഷം ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി മുതിർന്ന പൗരന്മാരെ ചേർത്ത് നിർത്തുന്നതിനും അവരുടെ മേഖലയിൽ അവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ട് പരിഹരിക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ആലോചനാ യോഗം മുതൽ നിരവധിയായിട്ടുള്ള മുതിർന്ന പൗരന്മാരും ചെറുപ്പക്കാരും അടങ്ങുന്ന വലിയ സംഘമാണ് ഈ നഗരസഭയ്ക്ക് പിന്തുണയർപ്പിച്ച് ഒരുമിച്ച് നിന്നിട്ടുള്ളത് എന്നത് ഏറ്റവും പ്രധാനമാണ്. 10-ാം തീയതി ആരംഭിച്ച ഈ പരിപാടികൾ കായിക മത്സരം, കലാമത്സരം, അതുപോലെ തന്നെ സെമിനാറുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, വിവിധ പരിപാടികൾ സംഘടിപ്പിച്ച് എല്ലാവർക്കും വേണ്ടിയുള്ള പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചു എന്നതും പ്രധാനമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണുന്ന ഒരു പ്രവർത്തനമാണ് പാലിയേറ്റീവ് കെയർ രംഗം. ഈ ഇടയ്ക്ക് തന്നെ മുഖ്യമന്ത്രിയുടെ യോഗത്തിനകത്ത് തന്നെ പറഞ്ഞതുപോലെ എല്ലാവരിലേക്കും പാലിയേറ്റീവ് കെയർ രംഗം എല്ലാവരിലേക്കും എത്തിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് അദ്ദേഹം തന്നെ നേരിട്ട് പറയുന്നൊരു സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ടൊരു പ്രവർത്തനം നമുക്ക് ഈ പരിപാടിയുടെ ഭാഗമായി ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചു എന്നതുകൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.
ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു വിശേഷണങ്ങളും ആവശ്യമില്ലാത്ത കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേരളത്തെ മാത്രമല്ല, കേരളത്തെ ചേർത്ത് നിർത്തുന്നതുപോലെ, കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് നിർത്തുന്നതുപോലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ നഗരസഭയുടെ നേതൃത്വപരമായ എല്ലാ ആശയങ്ങൾ നൽകുന്നതിനും നഗരസഭയോടൊപ്പം നല്ല നിലയിലേക്കുള്ള എല്ലാ നേതൃത്വം നൽകുന്നതിനും നമ്മുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നതിനും ഒക്കെ നമ്മൾക്ക് നല്ല വഴികാട്ടിയായി നല്ല നേതൃത്വമായി അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എന്നത് പ്രധാനമായി ഞാൻ ഓർക്കുന്നു. തീർച്ചയായും കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ ഈ യോഗത്തിലേക്ക് വളരെ സന്തോഷപൂർവ്വം, അഭിമാനപൂർവ്വം ഞാനിവിടെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. യോഗത്തിൽ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വയോജനങ്ങളുടെ മേഖലയിലടക്കം നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് നഗരസഭയ്ക്ക് നേതൃത്വപരമായ പങ്ക് നൽകുകയും വയോജനങ്ങളുടെ മേഖലയിൽ നഗരസഭ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നഗരസഭയ്ക്ക് വയോജന സൗഹൃദ പുരസ്കാരമടക്കം നൽകുന്നതിൽ ടീച്ചറുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനവും ഒക്കെ നമ്മൾ ഈ സമയത്ത് ഓർമ്മിക്കുകയാണ്. ബഹുമാനിയായ അധ്യക്ഷ പ്രൊഫസർ ആർ ബിന്ദു ടീച്ചറെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ നമ്മുടെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ മിനിസ്റ്റർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. നഗരസഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നല്ല നേതൃത്വം നൽകുന്ന ബഹുമാന്യനായ മന്ത്രിയെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ബഹുമാന്യനായ രാജ്യസഭാ MP ശ്രീ A റഹീം പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹവും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ നഗരസഭയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നഗരസഭയുടെ അഭിമാനവും നഗരസഭയുടെ മുൻ മേയറായി കൂടി പ്രവർത്തിച്ച, ഇന്ന് വട്ടിയൂർക്കാവിൻ്റെ MLA കൂടിയായിട്ടുള്ള ശ്രീ VK പ്രശാന്തിനെ ഈ നഗരസഭയ്ക്ക് വേണ്ടി ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിലുള്ള നഗരസഭയുടെ ബഹുമാന്യനായ ഡെപ്യൂട്ടി മേയർ ശ്രീ PK രാജുവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനിവിടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ ചെയർമാൻ ശ്രീ ക്ലൈനസ് റൊസാരിയോ, ശ്രീമതി ഷാജിദ നാസർ ചെയർപേഴ്സൺ, അതുപോലെ ശ്രീ മേടയിൽ വിക്രമൻ, ശ്രീ CS സുജാദേവി, ശ്രീമതി സുരകുമാരി R, ശ്രീമതി ശരണ്യ, ശ്രീമതി ഗായത്രി അടക്കമുള്ള ശ്രീമതി സുരകുമാരി അടക്കം എല്ലാ ചെയർപേഴ്സൺമാരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പങ്കെടുക്കുന്ന LDF പാർലമെൻ്ററി പാർട്ടി ലീഡർ ശ്രീ DR അനിൽ, BJPയുടെ ലീഡർ ശ്രീ MR ഗോപൻ, ശ്രീ പത്മകുമാർ UDFിൻ്റെ ലീഡർ, അതുപോലെ തന്നെ വയോജന കൗൺസിലിൻ്റെ സംസ്ഥാന കൺവീനർ ശ്രീ അമരവിള രാമകൃഷ്ണൻ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹമടക്കമുള്ള എല്ലാവരുടെയും പ്രവർത്തനം നമുക്ക് വളരെ മാതൃകാപരമായി നമ്മൾ ഓർക്കുന്നൊരു കാര്യമാണ്. അദ്ദേഹമടക്കമുള്ള എല്ലാ മുതിർന്ന പൗരന്മാരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, ഞാനിവിടെ ഓരോ നഗരരത്ന പുരസ്കാരവും ലഭിച്ച ഓരോ വ്യക്തിത്വങ്ങളുടെയും പേര് സൂചിപ്പിച്ചു. എല്ലാവരെയും വളരെ ഏറെ ബഹുമാനപൂർവ്വം എല്ലാ മേഖലയിലും ഈ 8 മേഖലകളിലായി പുരസ്കാരം നേടിയ എല്ലാവരെയും, പ്രമുഖരായിട്ടുള്ള എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ പങ്കെടുക്കുന്ന മുതിർന്നവർ, ചെറുപ്പക്കാർ, ഈ പരിപാടിയുമായി സംബന്ധിക്കുന്ന എല്ലാവരെയും ഈ യോഗത്തിൻ്റെ ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. കൗൺസിൽ അംഗങ്ങൾ, അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർ, എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. നവകേരള പ്രയാണത്തിൻ്റെ ഉജ്ജ്വലനായ സാരഥി, കേരളത്തിൻ്റെ സമാരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ഈ മഹത്തായ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സഹോദരീ സഹോദരന്മാരെ, വളരെ സന്തോഷം പകരുന്ന ഒരു ചടങ്ങാണിത്. തിരുവനന്തപുരം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ മുതിർന്ന പൗരന്മാരുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസം ഉറപ്പുവരുത്തുക, അവരുടെ അറിവും അനുഭവ സമ്പത്തും പുതുതലമുറക്ക് പകർന്നു നൽകുക, ഇത്തരം ലക്ഷ്യങ്ങളോടെ സംഘടിപ്പിക്കപ്പെട്ട മധുരം ജീവിതം സീനിയർ ഫെസ്റ്റ് അതിനിന്ന് സമാപനമാവുകയാണ്.
അതോടൊപ്പം നഗരരത്ന അവാർഡും നേരത്തെ ബഹുമാന്യായ മേയർ പറഞ്ഞു കഴിഞ്ഞു, ഇന്നിവിടെ വിതരണം ചെയ്യപ്പെടുകയുമാണ്. സീനേജർ ഫെസ്റ്റിൽ പങ്കെടുത്തവരെയും വിജയികളായവരെയും എല്ലാ അവാർഡ് ജേതാക്കളെയും ഹാർദമായി അഭിനന്ദിക്കട്ടെ. കലാകായിക മത്സരങ്ങൾ, സെമിനാറുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, വിപണനമേളകൾ, ഭക്ഷ്യമേളകൾ എന്നിവയെല്ലാം ഈ ഉത്സവത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ മുതിർന്ന പൗരന്മാർക്ക് ഉല്ലാസപ്രദവും ഉപകാരപ്രദവുമായ നിരവധി പരിപാടികളാൽ ഈ ഫെസ്റ്റ് സമ്പന്നമായിരുന്നുവെന്നാണ് കരുതുന്നത്. തുറന്നുള്ള വർഷങ്ങളിൽ ഇതിനേക്കാളും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഈ പരിപാടി സംഘടിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കൂടി ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്. ലോകത്തെമ്പാടും മനുഷ്യർ ഉത്സവങ്ങളെ കാണുന്നത് തങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ ആശ്വാസം കണ്ടെത്തുന്നതിനുള്ള ഉപാധിയായി കൂടിയാണ്. നമ്മുടെ തിരുവനന്തപുരം നഗരം പൊതുവെ ഉത്സവങ്ങളുടെ നഗരമാണ്. ഇവിടുത്തെ ജനങ്ങളാകട്ടെ പൊതുവെ ഉത്സവപ്രിയരുമാണ്. കുറച്ച് നാൾ മുൻപാണ് ഇവിടെ പുഷ്പോത്സവം അരങ്ങേറിയത്. അതിനുശേഷം സ്കൂൾ കലോത്സവവും അരങ്ങേറി. അവിടേക്കെല്ലാം ജനം ഒഴുകിയെത്തുകയായിരുന്നു. ഉത്സവങ്ങളോട് നമുക്കുള്ള പ്രതിപത്തിയുടെ നേർദൃഷ്ടാന്തമായാണ് ഇവയെല്ലാം കണക്കാക്കാൻ പറ്റുക. ഉത്സവങ്ങളെ സാധാരണ കണക്കാക്കാറുള്ളത് പലപ്പോഴും യുവജനങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ്. അവരുടെ വൈബിനനുസരിച്ചുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുക. എന്നാൽ മുതിർന്ന പൗരന്മാർക്ക് മാനസികോല്ലാസം പകരുന്ന രീതിയിൽ ഒരു ഉത്സവം സംഘടിപ്പിച്ചാൽ എങ്ങനെയിരിക്കും? ആ ചിന്തയാണ് ഇത്തരത്തിലൊരു ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതിന് പ്രേരണയായി മാറിയത്. ഉത്സവങ്ങൾ മാത്രമല്ല, തിരുവനന്തപുരം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ മുതിർന്ന പൗരന്മാർക്കായി നടത്തുന്നത് സാമ്പത്തികവും സാമൂഹികവും വൈകാരികവുമായ തലങ്ങളിൽ മുതിർന്ന പൗരരെ ശാക്തീകരിക്കുന്നതിനുള്ള നിരവധി പദ്ധതികൾ ഇവിടെ നടപ്പാക്കുന്നുണ്ട്. അതിൻ്റെയെല്ലാം ഫലമായാണ് 2024 വയോസേവന പുരസ്കാരത്തിന് തിരുവനന്തപുരം നഗരസഭ അർഹത നേടിയത്. ആ പുരസ്കാരം ഈ നഗരത്തിന് ലഭിച്ച ശരിയായ അംഗീകാരമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഉത്സവം. ഇത് രാജ്യത്തിനാകെ മാതൃകയാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ രാജ്യത്തിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുതിർന്ന പൗരരുടെ എണ്ണം കൂടുതലുള്ള സംസ്ഥാനമാണ് നമ്മുടേത്. പല വീടുകളിലും പ്രായമായവർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ക്ഷേമത്തിനുതകുന്ന ഇടപെടലുകൾ നവകേരള നിർമ്മിതിയിൽ അനിവാര്യമാണ്. മുതിർന്ന പൗരന്മാരുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവ ക്രമീകരിക്കണമെന്നാണ് കരുതുന്നത്. അതിൻ്റെ ഭാഗമായാണ്
നവകേരള സദസ്സുകളുടെ ഭാഗമായി സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള ജനങ്ങളുമായി സംവദിച്ചപ്പോൾ വയോജനങ്ങളുമായി പ്രത്യേകമായി ആശയവിനിമയം നടത്തിയത്. വാർദ്ധക്യം ഒരു അനിവാര്യതയാണ്. ജീവിതയാത്രയിലെ ഒരു തുരുത്താണ് വാർദ്ധക്യം. അതിനെ ആർക്കും തടഞ്ഞു നിർത്താനോ വേണ്ടെന്ന് വെക്കാനോ സാധിക്കില്ല. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം 2025 ആകുമ്പോൾ ലോകത്തെ വയോജനങ്ങളുടെ എണ്ണം 100 കോടി കടക്കും. അതുകൊണ്ട് തന്നെ അവരുടെ പരിചരണത്തിലും ക്ഷേമത്തിലും വലിയ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്നറിയിക്കാൻ സന്തോഷമേയുള്ളൂ. മുതിർന്ന പൗരരോടുള്ള ക്രൂരതയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ട്. പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോകൽ, അവരെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കൽ, ഇതൊന്നും ഒരു പുരോഗമന സമൂഹത്തിന് ചേരുന്നതല്ല. അതിന് മുതിർന്നവരോട് ഒരു ദാക്ഷിണ്യവും കാട്ടേണ്ടതില്ല എന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. അതേസമയം തന്നെ പ്രായമാകുന്നവർ തനിച്ചായി പോകുന്നില്ല എന്നുറപ്പുവരുത്താനും അവർക്ക് ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാനുമൊക്കെ ഉള്ള ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട്. ചില നടപടികൾ ഇപ്പം തന്നെ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. 1600 രൂപ നിരക്കിൽ വാർദ്ധക്യ പെൻഷൻ ലഭ്യമാക്കി വരുന്നുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും കേന്ദ്രവിഹിതം ലഭിക്കാതിരുന്നിട്ടും 2021 ജനുവരി മുതൽ NSAP ഗുണഭോക്താക്കൾ ഉൾപ്പെടെ പെൻഷൻ അർഹതയുള്ള എല്ലാവർക്കും മുഴുവൻ തുകയും സംസ്ഥാന സർക്കാർ നൽകി വരുന്നുണ്ട്. ഇതാണ് മുതിർന്ന പൗരരോടുള്ള കേരളത്തിലെ സർക്കാരിൻ്റെ കരുതൽ. മുതിർന്ന പൗരരുടെ വിവിധതരം പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനായി ഒട്ടേറെ പദ്ധതികളാണ് സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചിലത് മാത്രം സൂചിപ്പിക്കുക. ഭാരതീയ ചികിത്സാ വകുപ്പുമായി ചേർന്ന് സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങളിലെ താമസക്കാർ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ, മാനസിക സമ്മർദ്ദം, ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗങ്ങൾ എന്നിവയ്ക്ക് സൗജന്യ ആയുർവേദ ചികിത്സയും സാന്ത്വന പരിചരണവും നൽകുന്ന വയോ അമൃതം പദ്ധതി ആ കൂട്ടത്തിലുള്ള ഒന്നാണ്. അതേപോലെ മുതിർന്ന പൗരരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് പ്രശാന്തി ഹെൽപ്പ് ലൈൻ. ഇതിനായി പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ നിലവിലുണ്ട്. മെഡിക്കൽ ആവശ്യങ്ങൾക്കും മറ്റ് സഹായങ്ങൾക്കും ഈ ഹെൽപ്പ് ലൈൻ മുഖേന ബന്ധപ്പെടാനാകും. സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി സെക്കൻഡ് ഇന്നിങ്സ് ഹോം എന്ന പേരിൽ ഒരു പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചിരുന്നു. ഇത് സംസ്ഥാനത്താകെ വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള പകൽ പരിപാലന കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളെ നവീകരിക്കുന്നതിനായി സായംപ്രഭ ഹോം പദ്ധതി
ആരംഭിച്ചിട്ടുണ്ട്. മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം നൽകുന്ന പദ്ധതിയാണ് വയോരക്ഷ. ഇതുപ്രകാരം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയവരോ സംരക്ഷിക്കാൻ ബന്ധുക്കളില്ലാത്തവരോ ആയ നിർധനരായ വയോജനങ്ങൾക്ക് പ്രാഥമിക ശുശ്രൂഷ, ശസ്ത്രക്രിയ, ആംബുലൻസ് സേവനം, പുനരധിവാസം, സഹായ ഉപകരണങ്ങൾ വാങ്ങൽ തുടങ്ങിയവയ്ക്കായി പണം ചെലവഴിക്കുന്നതിന് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർമാർക്ക് അനുമതിയുണ്ട്. സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, ബ്ലോക്കുകൾ ഇവയിൽ താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷയും മാനസിക ഉന്മേഷവും നൽകുന്നതാണ് വയോമിത്രം പദ്ധതി. നിലവിൽ 95 യൂണിറ്റുകളാണ് കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്നത്. 60 വയസ്സ് കഴിഞ്ഞതും ആരും സംരക്ഷിക്കാനില്ലാത്തതും നിരാശ്രയരുമായ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം ഇവയെല്ലാം ലക്ഷ്യമാക്കി കേരളത്തിൽ 14 ജില്ലകളിലായി 16 സർക്കാർ വൃദ്ധസദനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. 1182 അന്തേവാസികളെ സംരക്ഷിക്കുന്നതിനുള്ള സൗകര്യങ്ങളാണ് ഇവിടെയുള്ളത്. സംസ്ഥാനത്ത് ഓർഫനേജ് കൺട്രോൾ ബോർഡിന് കീഴിൽ അംഗീകാരം നേടി പ്രവർത്തിക്കുന്ന ഓൾഡ് ഏജ് ഹോമുകൾ വഴി 35,779 വയോജനങ്ങളെ സംരക്ഷിച്ചു വരുന്നുണ്ട്. ഇവരിൽ 199 സന്നദ്ധ സംഘടനകൾ മുഖേന സംരക്ഷണം നൽകി വരുന്ന 8,147 മുതിർന്ന പൗരന്മാർക്ക് പ്രതിമാസം 1,100 രൂപ ഗ്രാൻറ്റും സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. നിരാലംബരായ വൃദ്ധരെ സംരക്ഷിക്കുന്നതിന് NGOകൾക്ക് സഹായം നൽകുന്ന വയോസാന്ത്വനം പദ്ധതി നടപ്പിലാക്കി വരികയാണ്. ഇവയ്ക്കൊക്കെ പുറമേയുള്ളതാണ് മറവി രോഗം ബാധിച്ചവരെ സംരക്ഷിക്കുന്നതിനുള്ള ഓർമ്മത്തോണി പദ്ധതി. മുതിർന്ന പൗരന്മാർക്കുള്ള സേവനങ്ങൾ പരമാവധി IT അധിഷ്ഠിതമാക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ആധുനിക സാങ്കേതികവിദ്യയുടെ ഗുണഫലങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മികച്ച സേവനം മുതിർന്ന പൗരർക്ക് എത്തിക്കുക എന്നതാണ് പ്രധാനം. ഇതിനായി മുതിർന്ന പൗരരുടെ മേഖലയിൽ സമഗ്രമായ ഒരു ഡിജിറ്റൽ സർവേ സോഫ്റ്റ്വെയർ തയ്യാറാക്കും. സായംപ്രഭ ഭവനങ്ങളുടെ പ്രവർത്തനങ്ങൾ MWPSC ആക്റ്റുമായി ബന്ധപ്പെട്ട് മുതിർന്ന പൗരരിൽ നിന്ന് ലഭിക്കുന്ന പരാതികൾ, ആക്റ്റുമായി ബന്ധപ്പെട്ട കേസുകൾ ഇവയെല്ലാം ഓൺലൈനായി നിരീക്ഷിക്കുന്നതിന് ഇത് സഹായകമാകും. വാതിൽപ്പടി സേവനങ്ങൾ പ്രധാനമായും മുതിർന്ന പൗരരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സർക്കാർ ഓഫീസുകളിൽ ചെല്ലേണ്ടതില്ലാത്ത വിധം വീട്ടുപടിക്കൽ തന്നെ സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുകയാണ്. മുതിർന്ന പൗരരുടെ ക്ഷേമത്തിനായി മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകുന്നതിനും അവരുടെ കഴിവുകൾ പൊതുസമൂഹത്തിന് ഉപകാരപ്രദമാക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും മുതിർന്ന പൗരരുടെ സംരക്ഷണത്തിനുള്ള നിയമങ്ങളും ഉത്തരവുകളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച പരിശോധന നടത്തുന്നതിനുമായി ഒരു വയോജന കമ്മീഷൻ രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിനായുള്ള വയോജന കമ്മീഷൻ ഓർഡിനൻസ് ഇപ്പോൾ തന്നെ പുറപ്പെടുവിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. സംസ്ഥാന വയോജന നയം 2013 പരിഷ്കരിക്കുന്നതിനും മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും സംബന്ധിച്ച ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ കൊണ്ടുവരുന്നതിനും നടപടി ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ ദ എൽഡർലി തയ്യാറാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. ഒപ്പം തന്നെ മുതിർന്ന പൗരന്മാരുടെ മേഖലയിൽ
സമഗ്ര നിയമനിർമ്മാണം നടത്തുന്നതിൻ്റെ സാധ്യതയും സർക്കാർ പരിശോധിച്ചു വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ സർക്കാരിന് മുതിർന്ന പൗരരോടുള്ള കരുതൽ വ്യക്തമാക്കുന്നതാണ്. ഇതോടൊപ്പം നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്താകെയുള്ള കിടപ്പ് രോഗികൾ, മുതിർന്ന പൗരരുടെ ഇടയിലുള്ള അവശത അനുഭവിക്കുന്നവർ, പരസഹായം വേണ്ടവർ, ഇങ്ങനെയുള്ള എല്ലാവർക്കും പാലിയേറ്റീവ് കെയർ സംവിധാനം ഒരുക്കുകയാണ്. കേരളത്തിൽ സർക്കാർ മേഖലയിൽ തന്നെ നല്ല രീതിയിൽ ഇപ്പോൾ ആ പ്രവർത്തനം നടക്കുന്നുണ്ട്. എന്നാൽ അതിനു പുറമെ മറ്റൊട്ടേറെ സന്നദ്ധ സംഘടനകളും ഈ പ്രവർത്തനം നടത്തി വരുന്നുണ്ട്. ഇവരെല്ലാവരും കൂടി യോജിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സാന്ത്വന പരിചരണം വേണ്ട ഒരാളും ഒഴിഞ്ഞു പോകാൻ പാടില്ല. ചിലപ്പോൾ നിത്യേന പരിചരണം വേണ്ടവരുണ്ടാകാം, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം പരിചരണം വേണ്ടവരുണ്ടാകും. അതൊക്കെ ഓരോ കേസായി തീരുമാനിക്കാൻ പറ്റും. അത്തരത്തിലുള്ള മുഴുവൻ ആളുകളെയും പരിചരിക്കുക, അതിനുള്ള പൂർണ്ണമായ സജ്ജീകരണം ഒരുക്കുക, ആവശ്യമായ അത്രയും വളണ്ടിയർമാരെ ഒരുക്കുക. ഇതിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സഹകരിപ്പിക്കും. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അതിർത്തിയിലും ബന്ധപ്പെട്ട എല്ലാ സംഘടനകളെയും രജിസ്റ്റർ ചെയ്യിക്കും. അങ്ങനെ പൂർണ്ണമായി കൃത്യമായ തോതിൽ മുഴുവൻ പേരും ഒറ്റയാളും ഒഴിയാതെ നമ്മുടെ സംസ്ഥാനത്ത് പരിചരണം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് വിവിധ തരത്തിലുള്ള പരിചരണം ആവശ്യമായിരിക്കും. അതെല്ലാം ആ രീതിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു ഗ്രിഡ് ഉണ്ടാക്കുന്നതിനും ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാവരെയും ബന്ധപ്പെടുന്നതിനും അവർക്ക് ആവശ്യമായ സേവനം പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ടെലിമെഡിസിൻ രീതിയിൽ കൊടുക്കുന്നതിനുമെല്ലാം ഇത് സഹായകരമാകും. അങ്ങനെ മുതിർന്ന പൗരരടക്കമുള്ള എല്ലാവരെയും ഇക്കാര്യത്തിൽ പ്രത്യേകമായി പരിചരിക്കുക എന്ന നടപടിയാണ് സ്വീകരിച്ചു പോകുന്നത്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ ഞാൻ കടക്കുന്നില്ല. നഗരരത്ന അവാർഡ് ജേതാക്കളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. ഇനി നഗരരത്ന പുരസ്കാര സമർപ്പണ ചടങ്ങാണ്. പുരസ്കാരം നൽകുന്നതിനായി കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവர்களോട് അഭ്യർത്ഥിക്കുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ പ്രഥമ നഗരരത്ന പുരസ്കാരത്തിന് പൊതുപ്രവർത്തന രംഗത്ത് നിന്നും അർഹനായിരിക്കുന്നത് കേരളത്തിൻ്റെ വിപ്ലവ സൂര്യൻ ശ്രീ VS അച്യുതാനന്ദൻ അവர்களാണ്. 8 പതിറ്റാണ്ടിലേറെ നീണ്ട നിലയ്ക്കാത്ത രാഷ്ട്രീയ പോരാട്ടത്തിനുടമ, മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ശ്രീ VS അച്യുതാനന്ദന് വേണ്ടി നഗരരത്ന പുരസ്കാരവും പ്രശസ്തി പത്രവും ഫലകവും ക്യാഷ് അവാർഡും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങുന്നതിന് VSന്റെ പ്രിയപുത്രൻ ഡോക്ടർ VS അരുൺകുമാറിനെ വേദിയിലേക്ക് അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സാഹിത്യരംഗത്തു നിന്നും നഗരരത്ന പുരസ്കാരം മലയാളിയുടെ വായനാലോകത്തെ ജനകീയമാക്കിയ ശ്രീ പെരുമ്പടവം ശ്രീധരൻ സാറിന്, തോരാതെ പെയ്ത മഴയിൽ മനസ്സിലെ പച്ചക്കാടുകൾക്ക് തീപിടിപ്പിച്ച എഴുത്തുകാരൻ, ഒരു സങ്കീർത്തനം പോലെയുള്ള നോവലുകൾ കൊണ്ട് വായനയെ ഹൃദയവും ജനകീയവുമാക്കിയ ശ്രീ പെരുമ്പടവം ശ്രീധരൻ സാറിന് നഗരരത്ന പുരസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ ഏറ്റുവാങ്ങാൻ അഭിമാനപൂർവ്വം സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
പരിസ്ഥിതി രംഗത്ത് നിന്നും നഗരരത്ന പുരസ്കാരം പ്രൊഫസർ RVG മേനോന്. ശാസ്ത്രത്തെയും പരിസ്ഥിതിയെയും കൂട്ടിയിണക്കി അക്ഷരങ്ങളിലൂടെയും ഇടപെടലുകളിലൂടെയും സുസ്ഥിര വികസന രംഗത്തെ സംബന്ധിച്ച ഉയർന്ന ബോധ്യം പങ്കിടുന്ന ജനകീയ ശാസ്ത്രകാരൻ ശ്രീ RVG മേനോൻ സാറിനെ നഗരരത്ന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേദിയിലേക്ക് അഭിമാനപൂർവ്വം ക്ഷണിക്കുകയാണ്. പത്രപ്രവർത്തന രംഗത്ത് നിന്നും നഗരരത്ന പുരസ്കാരം ശ്രീ മലയിൻകീഴ് ഗോപാലകൃഷ്ണൻ സാറിന്. തലസ്ഥാന നഗരിയെ അതിൻ്റെ നാൾ വഴികളിലൂടെ നിരന്തരം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ഗ്രന്ഥകാരൻ ശ്രീ മലയിൻകീഴ് ഗോപാലകൃഷ്ണൻ സാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും നഗരരത്ന പുരസ്കാരം ഏറ്റുവാങ്ങുകയാണ്. ആരോഗ്യരംഗത്ത് നിന്നും നഗരരത്ന പുരസ്കാരം ഡോക്ടർ K രാജശേഖരൻ നായർ സാറിന്. ആരോഗ്യമേഖലയിൽ ജനകീയനായ ഡോക്ടർ, നാഡീരോഗ ചികിത്സാ രംഗത്തെ അതിവിദഗ്ധൻ, തൻ്റെ കണ്ടുപിടുത്തങ്ങളെ ഗ്രന്ഥരചനയിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ച മഹാപ്രതിഭ ഡോക്ടർ K രാജശേഖരൻ സാറിനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും നഗരരത്ന പുരസ്കാരം ഏറ്റുവാങ്ങാൻ അഭിമാനപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സംഗീത രംഗത്ത് നിന്നും പ്രശസ്ത സംഗീതജ്ഞൻ പ്രൊഫസർ PR കുമാരകേരളവർമ്മ. ഇന്ത്യൻ സംഗീത രംഗത്ത് അവിസ്മരണീയമായ സംഭാവനകൾ നൽകിയ അതുല്യനായ സംഗീത പ്രതിഭ. 3 തലമുറകൾക്ക് സംഗീതജ്ഞാനം പകർന്നു നൽകിയ അപൂർവ വ്യക്തിത്വം. ഇടതടവില്ലാതെ സംഗീത സപര്യ കൊണ്ട് ധന്യമായ ജീവിതത്തിനുടമ പ്രൊഫസർ PR കുമാരകേരളവർമ്മ സാറിനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും നഗരരത്ന പുരസ്കാരം ഏറ്റുവാങ്ങാൻ അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കായിക രംഗത്ത് നിന്നും നഗരരത്ന പുരസ്കാരം ശ്രീമതി പത്മിനി തോമസിന്. മികച്ച കായിക താരം എന്ന നിലയിലും കായിക രംഗത്തെ ഇടപെടൽ കൊണ്ടും ശ്രദ്ധേയമായ സാന്നിധ്യം. അർജുന അവാർഡും GV രാജ അവാർഡും നേടി കേരളത്തിൻ്റെ അഭിമാനമായ കായിക താരം ശ്രീമതി പത്മിനി തോമസിനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും നഗരരത്ന പുരസ്കാരം ഏറ്റുവാങ്ങാൻ സ്നേഹപൂർവ്വം അഭിമാനപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സിനിമാ രംഗത്ത് നിന്നും മലയാള സിനിമയുടെ ഭാഭാഭിനയ ചക്രവർത്തിയായ മഹാനടൻ, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിൽ മലയാള ചലച്ചിത്ര ലോകത്ത് സ്വന്തം സ്ഥാനങ്ങളെ അടയാളപ്പെടുത്തിയ മഹാപ്രതിഭ ശ്രീ മധുവിനുള്ള പുരസ്കാരം വീട്ടിലെത്തി സംഘാടകർ നൽകുന്നതായിരിക്കും. ഈ ചടങ്ങ് സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കിയ കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് നഗരസഭയുടെ പേരുള്ള നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് അധ്യക്ഷ പ്രസംഗത്തിനായി ഉന്നത വിദ്യാഭ്യാസവും സാമൂഹ്യനീതിയും വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്.
ബഹുമാന്യനായ ഉദ്ഘാടകൻ, കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ, സ്വാഗതം ആശംസിച്ച തിരുവനന്തപുരം നഗരസഭയുടെ ബഹുമാന്യയായ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ, ബഹുമാന്യനായ MP ശ്രീ AA റഹീം, ബഹുമാന്യനായ MLA അഡ്വക്കേറ്റ് VK പ്രശാന്ത്, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള ഗുരുജനങ്ങളെ, പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മറ്റ് പ്രിയമുള്ളവരെ, കേരളത്തിലെ ഏറ്റവും മികച്ച വയോജന സൗഹാർദ്ദ കോർപ്പറേഷൻ എന്ന പുരസ്കാരം സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വയോജന ദിനത്തിൽ ഏറ്റുവാങ്ങിയ ശ്രീമതി ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള തിരുവനന്തപുരം നഗരസഭ വീണ്ടും ഒരു മാതൃകാപരമായ പരിപാടി കൂടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. മധുരം ജീവിതം ദ സീനേജർ ഫെസ്റ്റ് എന്ന അതിമനോഹരമായ പരിപാടി സംഘടിപ്പിച്ചതിന് തിരുവനന്തപുരം കോർപ്പറേഷനെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ പേരിൽ ഹൃദയംഗമമായി അഭിവാദ്യം ചെയ്യുകയാണ്, അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കേരളത്തിൽ വയോജന മേഖലയിൽ സർക്കാർ നടപ്പാക്കി വരുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് എല്ലാ വിശദാംശങ്ങളോടും കൂടി സവിസ്തരം സംസാരിക്കുകയുണ്ടായി. കേരളം അടിയന്തര ശ്രദ്ധ പതിപ്പിക്കേണ്ടുന്ന ഒരു മേഖലയാണ് വയോജന പരിരക്ഷയും പുനരധിവാസവും ശാക്തീകരണവും എന്നുള്ളത് സുവ്യക്തമാക്കുന്ന രീതിയിലാണ് നമ്മുടെ കണക്കുകൾ മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. 2030 ആകുമ്പോഴേക്കും ജനസംഖ്യയിൽ 25% വയോജനങ്ങളായിരിക്കും എന്നുള്ളത് കണക്കുകൾ സൂചിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ജീവിതത്തിലെ സകർമ്മകവും സർഗാത്മകവുമായിട്ടുള്ള ഒരു നീണ്ട കാലം കുടുംബത്തിനു വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും കർമ്മനിരതമായി ചെലവിട്ട് ഊർജവും സമയവും കർമ്മശേഷിയുമെല്ലാം മറ്റുള്ളവർക്ക് നൽകിയ മുതിർന്ന പൗരന്മാർക്ക് അവരുടെ ജീവിത സായന്തനത്തിൽ എല്ലാവിധ പരിരക്ഷയും ഉറപ്പാക്കുന്നതിനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം സർക്കാരിനും സമൂഹത്തിനുമുണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സർവതല സ്പർശിയായ വിധത്തിലുള്ള പരിരക്ഷ വയോജനങ്ങൾക്ക് ഉറപ്പുവരുത്താവുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി ഉറപ്പാക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ അടിയന്തര ഘട്ടങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങൾക്ക് മെഡിക്കൽ അസിസ്റ്റൻസും കെയർ ഗീവർമാരുടെ സേവനവും മറ്റ് പരിരക്ഷകളുമെല്ലാം ലഭ്യമാക്കുന്ന വയോരക്ഷാ പദ്ധതി, ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും സേവനം വാതിൽപ്പടിയിൽ വരെ എത്തിക്കുന്ന, അതോടൊപ്പം തന്നെ വയോജന ക്ലബ്ബുകളിലൂടെ മാനസികോല്ലാസം ഉറപ്പാക്കുന്ന വയോമിത്രം പദ്ധതി, ആയുർവേദ വിധിപ്രകാരമുള്ള ചികിത്സാ സമ്പ്രദായത്തിൻ്റെ അനുഗ്രഹം വയോജനങ്ങളിലേക്ക് എത്തിക്കുന്ന വയോ അമൃതം പദ്ധതി തുടങ്ങി നിരവധി പദ്ധതികൾ ഈ മേഖലയിൽ നാം നടപ്പാക്കുന്നുണ്ട്. പ്രമേഹ രോഗികൾക്ക് ഗ്ലൂക്കോമീറ്ററും ഇൻസുലിനും വിതരണം ചെയ്യുന്ന വയോമധുരം, കൃത്രിമ ദന്തനിരകൾ വിതരണം ചെയ്യുന്ന മന്ദഹാസം തുടങ്ങി ഒട്ടനവധി പദ്ധതികൾ ഈ മേഖലയിൽ നടപ്പാക്കി വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഒടുവിൽ ഒരു വയോജന കമ്മീഷനുമായി ബന്ധപ്പെട്ട ഓർഡിനൻസുകൾ പാസാക്കിക്കൊണ്ട് ഈ വരുന്ന നിയമസഭാ സെഷനിൽ അത് ആക്റ്റാക്കി മാറ്റുന്ന വിധത്തിൽ ബിൽ അവതരിപ്പിക്കുന്നതിനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്ന് സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. നിലവിൽ നമ്മുടെ എല്ലാ റവന്യൂ ഡിവിഷനുകളിലും മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ RDOമാരുടെ നേതൃത്വത്തിൽ നടത്തുമ്പോൾ
അതിനു വേണ്ടുന്ന എല്ലാ ടെക്നിക്കൽ അസിസ്റ്റൻസും മറ്റ് പിന്തുണകളും നൽകി വരുന്നത് സാമൂഹ്യനീതി വകുപ്പാണ്. ഉപയോഗിക്കൂ വലിച്ചെറിയൂ എന്ന് ആഹ്വാനം ചെയ്യുന്ന വികസിത മുതലാളിത്തത്തിൻ്റെ കാലത്ത് ഡിസ്പോസിബിൾ സംസ്കാരമാണ് നാം കാണുന്നത്. അധ്വാനശേഷിയുള്ള കാലത്ത് അത് സമൂഹത്തിന് നൽകിയ വയോജനങ്ങളെ ഓറഞ്ചിൻ്റെയൊക്കെ നീര് വലിച്ചു കുടിച്ച് ചണ്ടി നിരുപാധികം വലിച്ചെറിയുന്നത് പോലെ അവഗണനയുടെ ആ ഓരങ്ങളിലേക്ക് തള്ളി മാറ്റുന്ന പ്രവണത ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ സാധ്യമല്ല എന്ന കർശനമായ നിലപാട് തന്നെയാണ് ഗവൺമെൻറ്റിനുള്ളത്, സാമൂഹ്യനീതി വകുപ്പിനുള്ളത്. ബഹുമാന്യനായ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ കിടപ്പ് രോഗികളായ മുഴുവൻ വയോജനങ്ങൾക്കും ഹോം ബേസ്ഡ് ആയിട്ടുള്ള വീട്ടിൽ പരിചരണം, ഗാർഹിക പരിചരണം ഉറപ്പാക്കുന്ന ബൃഹത്തായ ഒരു പദ്ധതിക്കാണ് കേരളം തയ്യാറെടുക്കുന്നത്. തീർച്ചയായും അത് ലോകത്തിൻ്റെ മുൻപിൽ തന്നെ മാതൃകയായി നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാകും എന്ന് നിസ്സംശയം പറയാൻ കഴിയും. എല്ലാ ഡിവിഷനുകളിലും വയോജന ക്ലബ്ബുകൾ രൂപീകരിച്ചുകൊണ്ട്, അതുപോലെ വയോജന പാർക്കുകൾ സജ്ജീകരിച്ചുകൊണ്ടും ഒക്കെ തന്നെ വയോജനങ്ങൾക്ക് മാനസിക ഉല്ലാസത്തിനുള്ള കൂടുതൽ വേദികൾ സൃഷ്ടിക്കാനായി കോർപ്പറേഷന് ഇനിയും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഒറ്റപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളിൽ വൈകാരികമായിട്ടുള്ള സുരക്ഷയുടെ അനിവാര്യത ബോധ്യപ്പെടുന്ന ജീവിത സായന്തനങ്ങളിൽ ഒറ്റപ്പെടാതെ പരസ്പരം താങ്ങും തണലുമായി നിൽക്കാൻ സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും ആ ഐക്യബോധത്തിൻ്റെയും വലിയ വിധാനങ്ങളിലേക്ക് നമ്മുടെ വയോജനങ്ങളെ ചേർത്ത് നിർത്താൻ യുവജനങ്ങൾക്കും പിന്നാലെ വരുന്ന തലമുറകൾക്കും നല്ല നിലയിൽ സാധ്യമാകുന്ന ഒരു വയോജന സൗഹൃദ കേരളത്തിനായിട്ട് നമുക്കിനിയും കൈകോർത്ത് പിടിച്ച് മുന്നേറാം എന്ന് സസന്തോഷം സൂചിപ്പിക്കുന്നു. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിവിധ കർമ്മ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഗുരുജനങ്ങളായിട്ടുള്ള മുതിർന്ന പൗരന്മാർക്ക് സ്നേഹാർദ്രമായ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഒരിക്കൽ കൂടി തിരുവനന്തപുരം കോർപ്പറേഷന് സ്നേഹാഭിവാദ്യങ്ങളും ആശംസകളും നേരുന്നു. ബഹുമാന്യരെ, നമ്മൾ 10 മുതൽ ആരംഭിച്ച ഈ പരിപാടിയിൽ എല്ലാവിധ പിന്തുണയും നഗരസഭയ്ക്ക് നൽകി. ഇവിടെ ഈ പരിപാടിയുടെ ഭാഗമായി തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർക്ക് സാധിച്ചു എന്നത് ഞാൻ ഈ സമയം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ കൂടി പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടികളെല്ലാം വളരെ ഗംഭീരമായി നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചത്. അതോടൊപ്പം തന്നെ വഴിയോര കച്ചവട സമിതിയുടെ ഭാഗമായി ഇന്ന് വിവിധ ലൈസൻസുകൾ, ഇന്ന് വഴിയോര കച്ചവടത്തിൻ്റെ വെൻഡിങ് സർട്ടിഫിക്കറ്റുകളുടെ വിതരണം കൂടി ഇവിടെ സംഘടിപ്പിക്കുകയാണ്. ആദ്യത്തെ ഒരു വ്യക്തിക്കുള്ള ഒരു സർട്ടിഫിക്കറ്റ് ബഹുമാനിയായ നമ്മുടെ അധ്യക്ഷ ടീച്ചർ ബിന്ദു ടീച്ചർ ഇവിടെ വിതരണം ചെയ്യും. ആ ചടങ്ങാണ് ഇനി തൊട്ടടുത്ത് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. നഗരത്തിലെ തെരുവ് കച്ചവടക്കാർക്ക് വേണ്ടി താൽക്കാലിക വെൻഡിങ് സർട്ടിഫിക്കറ്റ് 3000 പേർക്കാണ് നൽകുന്നത്. അതിൽ ഒരാൾക്ക് ബഹുമാനപ്പെട്ട മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവർ നൽകും. സിന്ധു ഒ, വടക്കേ കോളനി, മുടവൻമുകൾ, വള്ളക്കടവ്. സിന്ധു വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. തുടർന്ന് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട MP അഡ്വക്കേറ്റ് A റഹീം അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഏറെ ബഹുമാനപ്പെട്ട അധ്യക്ഷ പ്രൊഫസർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു കടന്നുപോയ പ്രിയപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട ആരാധ്യായ നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ, ബഹുമാനപ്പെട്ട മന്ത്രി GR അനിൽ, വേദിയിലുള്ള മറ്റു പ്രിയപ്പെട്ടവരെ, എല്ലാറ്റിനും ഉപരിയായി തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും സമാദരണീയരായ, ഇവിടെ ആദരിക്കപ്പെട്ട ഏറ്റവും ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ, അവരുടെ കുടുംബാംഗങ്ങൾ, എല്ലാവരെയും സ്നേഹപൂർവ്വം ആദ്യമേ തന്നെ അഭിവാദ്യം ചെയ്യുന്നു. കേരളത്തിൻ്റെ
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഇന്ന് രൂപപ്പെട്ടു വരുന്ന ഒരു കാര്യമാണ്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു. വാർദ്ധക്യ പരിചരണം, അതോടൊപ്പം തന്നെ പാലിയേറ്റീവ് കെയർ, ഈ രണ്ട് കാര്യങ്ങളിലും കേരള ഗവൺമെൻറ് രാജ്യത്തിന് മാതൃകയായ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോവുകയാണ്. തിരുവനന്തപുരം നഗരസഭ ഇക്കാര്യത്തിൽ മറ്റെല്ലാ കാര്യത്തിലും എന്ന പോലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഇടപെടലും ഇക്കാര്യത്തിൽ നടത്തുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ താൽക്കാലിക വെൻഡിങ് സർട്ടിഫിക്കറ്റ് 4 പേർക്ക് കൂടി നമ്മുടെ ബഹുമാനപ്പെട്ട MP നൽകുകയാണ്. മോഹനൻ, ഭാസ്കരൻ മണക്കാട് ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭാസ്കരൻ മണക്കാട്. മോഹനന് താൽക്കാലിക വെൻഡിങ് സർട്ടിഫിക്കറ്റ് ബഹുമാനപ്പെട്ട MP നൽകുകയാണ്. മഹാദേവൻ ജി കഴക്കൂട്ടം. മഹാദേവൻ ജി. ജഗദം ആൻഡ്രൂസ് ശംഖുമുഖം ബീച്ച്. പത്മിനി V പെരുകാവ് വിളവൂർക്കൽ മലയൻകീഴ്. പത്മിനി V. നന്ദി ശ്രീ A. റഹീം MP. തുടർന്ന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സംസ്ഥാന വയോജന കൗൺസിൽ കൺവീനർ ശ്രീ അമരവിള രാമകൃഷ്ണൻ അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക. ബഹുമാനപ്പെട്ട അധ്യക്ഷ, നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു ടീച്ചർ, നമ്മുടെ ഈ സന്തോഷകരമായ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ, വേദിയിലിരിക്കുന്ന നമ്മുടെ ബഹുമാന്യരായ നേതാക്കന്മാർ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ തിരുവനന്തപുരം നഗരസഭ കഴിഞ്ഞ ഒരാഴ്ച 10-ാം തീയതി തുടങ്ങി 16-ാം തീയതി ഇന്ന് അവസാനിക്കുന്നു. നല്ലൊരു ഉത്സവ കാലാവസ്ഥയായിരുന്നു ഈ കഴിഞ്ഞ 7 ദിവസവും. ഒരു തുടക്കം വയോജന മേഖലയിൽ വയോജനങ്ങളുടെ സന്തോഷകരമായ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടിയും ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുമെല്ലാം ഉപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കി സന്തോഷകരമായ ഒരു കാലാവസ്ഥ ഉണ്ടാക്കിയെടുത്ത ഈ നഗരസഭയെ വളരെയധികം ബഹുമാനത്തോട് കാണുകയാണ്. ഇത് തുടർന്നും എല്ലാ വർഷവും ഇതുപോലുള്ള വയോജനങ്ങളുടെ ആഘോഷപരമായ പരിപാടി നടത്തണം. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. യുവജനോത്സവം പോലെ എല്ലാ വർഷവും വയോജനോത്സവവും സംഘടിപ്പിക്കുവാനുള്ള ഒരു നിർദ്ദേശം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകണം എന്ന ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ ഫലമായി കോഴിക്കോട് കോർപ്പറേഷൻ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ്
അവർ തുടക്കമിട്ടു. ഇപ്പം നമ്മുടെ കോർപ്പറേഷൻ വളരെ നല്ല രീതിയിൽ 7 ദിവസം തുടർച്ചയായി നല്ല രീതിയിൽ നല്ല പങ്കാളിത്തത്തോടു കൂടി അത് നടത്തുവാൻ നമുക്ക് കഴിഞ്ഞു. അത് നമ്മുടെ നഗരസഭയുടെ മേയർ ഉൾപ്പെടെ ഭരണസമിതി അംഗങ്ങളെ നമ്മൾ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. അതുപോലെ ഒരു ചെറിയ ഒരു ആവശ്യം കൂടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇന്ന് അസുഖമായി വീട്ടിൽ കിടക്കുന്ന മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കുന്നവർക്ക് ആ സംരക്ഷിക്കുവാൻ അവർ കൂടെ ഉണ്ടാവണം. വേറൊരു ജോലിക്ക് ആളെ നിർത്താൻ ഇന്ന് 25,000 30,000 മാസം പൈസ കൊടുക്കേണ്ടതുണ്ട്. ആ സാഹചര്യമില്ലാത്ത കുടുംബം, അപ്പോൾ അവരെന്ത് ചെയ്യും? മക്കൾക്ക് നോക്കുവാൻ കഴിയാനുള്ള സാഹചര്യമില്ല, അവർക്ക് ജോലിക്ക് പോകണം. അങ്ങനെ ജോലി രാജിവെച്ച കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ. അതിന് ഓരോ തദ്ദേശ സ്വയംഭരണവും ഒരു കാരുണ്യ ഭവൻ രൂപീകരിക്കുവാനുള്ള ഉത്തരവ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എടുക്കണം എന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുക. അതുപോലെ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു ഡിമൻഷ്യ, അതിന് പ്രത്യേക ഒരു പദ്ധതി റിസർച്ച് നടത്തി വരുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി കൂടി ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാകണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും അന്ന് പങ്കെടുത്ത് ഇന്ന് മാത്രമല്ല ഈ 7 ദിവസവും എന്തുമാത്രം ആഘോഷമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. അതിന് സാഹചര്യമുണ്ടാക്കിയ, അതിന് തയ്യാറായ, അതിന് മനസ്സ് വന്ന നമ്മുടെ മേയർക്കും നമ്മുടെ കോർപ്പറേഷൻ ഭരണാധികാരികൾക്കും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ അമരവിള രാമകൃഷ്ണൻ അവർകൾ. മധുരം ജീവിതം സീനേജർ ഫെസ്റ്റ് 2025 വിജയകരമായി സംഘടിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച പ്രിയപ്പെട്ട നഗരസഭാ സെക്രട്ടറി ശ്രീ ജഹാംഗീർ എസ് സാർ നമ്മോട് സംസാരിക്കും. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാന്യ മേയർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, മധുരം ജീവിതം എന്ന ഈ പദ്ധതി തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരത്തുള്ള എല്ലാ ജനങ്ങളുടെയും മുന്നിലേക്ക് വെക്കുമ്പോൾ നഗരസഭയുടെ എല്ലാ ഉദ്യോഗസ്ഥരും കൗൺസിലേഴ്സും എല്ലാവരും വല്ല അഭിമാനത്തോടുകൂടിയാണ് ഇത് കാണുന്നത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നഗരരത്ന പുരസ്കാരങ്ങൾ നേടിയ 8 പേർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ പദ്ധതിയോടൊപ്പം സഹകരിച്ച പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഇപ്പോൾ വേദിയിലുള്ള ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ശ്രീ PK രാജു, ചെയർപേഴ്സൺ ശ്രീമതി ഷാജിദ നാസർ, ഗായത്രി ബാബു, മേടയിൽ വിക്രമൻ, CS സുജാദേവി, ശ്രീമതി സുരകുമാരി R, ശ്രീമതി ശരണ്യ SS, ശ്രീ DR അനിൽ എന്നിവരുടെ ആശംസകൾ നിങ്ങളെ അറിയിക്കുകയാണ്.